നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം. ആടുജീവിതം മലയാള സിനിമയുടെ തലവര മാറ്റുമോ? ചർച്ച ചെയ്യാം മൂവി ഓഫ് ദ വീക്കിൽ. അപ്പോൾ എങ്ങനെയാണ് ആടുജീവിതം മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന് തോന്നുന്നുണ്ടോ? മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന് അതിനെക്കാട്ടി എനിക്ക് പറയാൻ ഉത്തമം ഇന്ത്യൻ സിനിമയുടെ സീൻ മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതായത് മലയാളത്തിൽ നിന്ന് ആദ്യത്തെ ഓസ്കാർ നേടാൻ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഒരു ഓസ്കാർ കിട്ടും എന്ന് അത്ര ഉറപ്പിച്ച് പറഞ്ഞിരുന്ന ഒരു സിനിമയാണ്. അപ്പം അജയ്ക്ക് പടം കണ്ടിട്ട് അത് അങ്ങനെ തോന്നുന്നുണ്ടോ? ഓസ്കാർ കിട്ടുമോ? ഓസ്കാർ കിട്ടും എന്ന് നമ്മൾ, കാരണം അത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആസ് എ മലയാളി നമ്മുടെ ഒരു പടം, അപ്പോൾ നമ്മൾ വേറൊരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ ആരെ കണ്ടാലും ഏതൊരു വ്യക്തിയെ കണ്ടാലും നമ്മുടെ പടമാണെന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മെയിനായിട്ടും. തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നി, അങ്ങനെ തന്നെ തോന്നി. അതായത് മലയാള സിനിമയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ട്. അതായത് ഇപ്പം KGF അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബാഹുബലിയൊക്കെ ഇറങ്ങിയതിന് ശേഷം എന്തുകൊണ്ടും മലയാള സിനിമയിൽ നിന്നൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ വരുന്നില്ല, അല്ലെങ്കിൽ ഹോളിവുഡ് ലെവലിലൊരു പടം വരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ആ പടം കണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു മലയാള സിനിമ കാണുന്ന ഫീലല്ല സത്യത്തിൽ. അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ആണെങ്കിലും ഒരു ആക്ടിങ് ലെവലൊക്കെ കണ്ടിട്ട് തോന്നിയത് ഒരു ഹോളിവുഡ് ഫിലിം കാണുന്ന ഒരു പ്രതീതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം. സത്യത്തിൽ ഞാൻ ആടുജീവിതം മുഴുവൻ നോവൽ വായിച്ച ആളാണ്. നോവൽ വായിച്ച ആൾക്കാർക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഓരോ സീൻസ് ഇങ്ങനെ ആവും, എങ്ങനെ ആയിരിക്കും എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. കാരണം നമുക്ക് കഥ അറിയാം, ഈ സിനിമയുടെ കഥ എന്തായിരിക്കും. കാരണം നജീബ് അവിടെ അനുഭവിച്ച കാര്യങ്ങളും അവിടുന്ന് രക്ഷപ്പെടും എന്ന് വരെ അതിൻ്റെ ക്ലൈമാക്സ് എന്താവുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥയെ നമുക്ക് കൺവിൻസിങ് ആവുന്ന തരത്തിൽ അതിനെ മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചോളം ഒരു 16 വർഷത്തെ എഫേർട്ടെന്ന് നമ്മളിങ്ങനെ ഇവർ ഇൻ്റർവ്യൂവിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ, 16 വർഷം എടുത്തിട്ടാണ് പടം എടുത്തത്. പക്ഷെ അപ്പോൾ നമ്മളൊക്കെ ആലോചന 16 വർഷം കൊണ്ട് എന്താണ് ഇത്ര അധികം എടുക്കാണെന്ന്. 16 വർഷം അത് മുതലാക്കിയല്ല, 16 വർഷം എടുത്തത് വെറുതെ ആയില്ല. തീർച്ചയായിട്ടും. കാരണം ഭയങ്കരമായിട്ട്, കാരണം എനിക്ക് വേറെ കാര്യം പറഞ്ഞു, ഇപ്പം വായിച്ചതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, വായിച്ച് ഞാനിപ്പോൾ പടം കണ്ടിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ പടം കാണാൻ കയറി പിന്നെ പ്രതീക്ഷയില്ല. ഞാൻ അവിടെ സീറ്റിൽ പോയിരുന്നപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾ, കണ്ണ് കാണാത്ത ഒരാളാണ് പുള്ളിക്കാരൻ. ഞാൻ അവിടെ ഇരിക്കുന്നു, ഞാൻ പുസ്തകത്തിൻ്റെ എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ സിനിമ കണ്ടുകൊണ്ട് തന്നെ എനിക്ക് ആ കഥ മനസ്സിലാക്കാം. ഞാൻ കഥ കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ അത് കണ്ണ് കാണാത്ത ആൾ വായിച്ചിട്ട് വന്നിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, അടുത്ത സീൻ ഇതാ, അടുത്ത സീൻ അവർ ഹക്കി മരിക്കുക അങ്ങനെ പറയുന്നോട് ചോദിക്കും. അപ്പോൾ ചില സൗണ്ടുകൾ, മെയിനായിട്ട് ഈ സൗണ്ടിൻ്റെ കാര്യം വരുമ്പോൾ തന്നെ ചിലർക്ക് അവർ കേട്ടാ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചില സീൻസ് അവർ ഭയങ്കര പാട്ടിങ്ങനെ പോകുന്നു, അവർ അഭിനയിച്ചു പോകുന്നു, അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്നോട് ചോദിക്കും എന്ത് സംഭവിച്ചു ആ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ, അത് കൊണ്ടുവരാൻ ഈ പടത്തിനകത്ത് അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ സൗണ്ട്, മ്യൂസിക്, എല്ലാം, സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ എല്ലാം കൊണ്ടും വേറെ ലെവലാണ്. അതായത് ഇന്ത്യൻ സിനിമയുടെ സീൻ മാറ്റാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം. അപ്പം ഒരു നടൻ എന്ന നിലയ്ക്ക് ഇതിനപ്പുറത്തേക്ക് പൃഥ്വിരാജിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റും. ഒരു ആക്ടർക്ക് ഇതിൻ്റെ അപ്പുറം എന്തെങ്കിലും ചെയ്തു വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറയേണ്ട ഒരു സാഹചര്യം. കാരണം ആ നജീബ്, എനിക്ക് സത്യത്തിൽ സിനിമയിൽ പൃഥ്വിരാജിനെ ഞാൻ കണ്ടില്ല. ആ മരുഭൂമിയിൽ ചെന്നതിന് ശേഷമുള്ള വിഷ്വലുകളിൽ പൃഥ്വിരാജിനെ എവിടെയെങ്കിലും കാണാൻ സാധിച്ചു എന്ന് പൃഥ്വിരാജിനെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് നജീബിനെ കാണാൻ സാധിച്ചു. എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും ഗംഭീരമായിട്ട് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഘടകം അതാണ്. ഇതിൽ നമുക്ക് നജീബിനെയാണ് കാണാൻ സാധിക്കുന്നത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ആക്ടർ ഇവിടെ ഇല്ല. ഇപ്പം ഇപ്പം പറഞ്ഞു 2009 ഈ പടം അനൗൺസ് ചെയ്യുന്ന സമയത്ത് പൃഥ്വിരാജിന് വേറൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഹേറ്റേഴ്സ് ഉള്ള ഒരു നടനായിരുന്നു. തീർച്ചയായിട്ടും. അന്ന് ഈ പടം അനൗൺസ് ചെയ്ത സമയത്ത് പല ടൈപ്പിലും പൃഥ്വിരാജ് ഇവനെ കൊണ്ട് പറ്റുമോ, ഇവനെന്ത് ചെയ്യാൻ, അങ്ങനത്തെ പല രീതിയിലുള്ള കമന്റ്സ് അന്ന് വന്നിരുന്നു. അവിടുന്ന് മാറി നമ്മളിപ്പോ ഇത് പൃഥ്വിരാജിനെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചത്. കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ ആൾ ഇന്ന് പടം കണ്ടിറങ്ങിയാൽ നമുക്ക് വേറെ ആളെ നമുക്ക് അതിനകത്ത് സങ്കല്പിക്കാൻ പറ്റില്ല. അതാണ് ഒരു ആക്ടറുടെ വിജയം. അതാണ്, അതായത് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിന് പകരം മറ്റൊരാൾ അഭിനയിച്ചിരുന്നെങ്കിൽ എന്ന് പറയാൻ ഒരിക്കലും സാധിക്കത്തില്ല. കാരണം ഇത് പൃഥ്വിരാജൻ അല്ലാണ്ട്
എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ഇത് വേറെ ആൾക്കും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ എടുത്തു പറയാം, നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയും, നമ്മുടെ മലയാള സിനിമ രണ്ട് നെടുന്തൂണുകളാണ്. അതെ, അടുത്ത ജനറേഷനകത്ത് നമ്മുടെ മലയാള സിനിമ സേഫ് ആണ് എന്ന് നമുക്ക് പൃഥ്വിരാജിന്റെ ഇത് കാണുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാവും. അതെ അതെ അതെ. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ പൃഥ്വിരാജിൻ്റെ അഭിനയവും പൃഥ്വിരാജിൻ്റെ കഷ്ടപ്പാടും പറയുമ്പോൾ തന്നെ ഇതിൽ കോ ആക്ടേഴ്സായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ കാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ ബ്രില്യൻസ്. ഞാൻ പറയുന്നത് 2008 എനിക്ക് തോന്നുന്നു പിന്നെ ആടുജീവിതത്തിൻ്റെ ഫസ്റ്റ് എഡിഷൻ ഇറങ്ങുന്നത് 2008 ബ്ലസ്സി സാർ ഇത് വായിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ 2008 തൊട്ട് 2024 വരെയുള്ള 16 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ സിനിമ മാത്രം സ്വപ്നം കണ്ട് ഇപ്പോൾ പൃഥ്വിരാജിനോട് ഈ കഥ, പൃഥ്വിരാജ് തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ കഥ പറയുമ്പോൾ പൃഥ്വിരാജ് ഒരു ഭർത്താവല്ല, ഒരു അച്ഛനല്ല. നീ പറഞ്ഞതുപോലെ, അജയ് പറഞ്ഞതുപോലെ, പൃഥ്വിരാജ് എന്ന് പറയുന്ന മലയാളത്തിൽ ഏറ്റവും ഹേറ്റേഴ്സ് ഉള്ളൊരു നടനായി നിൽക്കുന്ന സമയത്താണ് ബ്ലസ്സി സാർ ഈ പിന്നെ കഥ പൃഥ്വിരാജിനോട് പറയുന്നത്. അന്ന് സ്വപ്നത്തിൽ പോലെ അവർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത് ഇങ്ങനൊരു ക്ലൈമാക്സിലായിരിക്കും ഇത് എത്തിപ്പെടാൻ പോകുന്നത്. കാരണം എഫേർട്ട് മെയിൻലി ഫസ്റ്റ് പറയാൻ പൃഥ്വിരാജിനെക്കാട്ടി ഫസ്റ്റ് പറയേണ്ടത് ഡയറക്ടർ ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറെ. കാരണം 16 വർഷം 2009 അനൗൺസ് ചെയ്യുന്ന സമയത്ത് ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറെ പൃഥ്വിരാജ് പറഞ്ഞ കാര്യമാണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെ. ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടർ ഒരു സിനിമ ചെയ്യാൻ ഇവിടെ ക്യൂ ആയിരുന്നു. ആക്ടേഴ്സ് അങ്ങോട്ട് ചെയ്തു വെച്ചേക്കുന്ന ഓരോ പടങ്ങളും കണ്ടിട്ടിറങ്ങുന്ന ഒരു സിനിമ ആസ്വാദകന്റെ മനസ്സിൽ എപ്പോഴും ഒരു വിങ്ങലായിട്ട് നിന്നിരിക്കും. അത്രത്തോളം നമ്മളെ ടച്ച് ചെയ്യുന്ന ഒരാൾ. ആ ഒരു സമയത്ത് നിന്ന് 16 വർഷം ഞാൻ ഒരൊറ്റ പടം ചെയ്യുന്നു, അത്രയും പീക്ക് ചെയ്യുന്ന സമയത്ത് നിന്നും ഒരാളെ ഇറങ്ങി തിരിച്ച് അതിന്റെ, അതായത് മമ്മൂക്കായ്ക്കും ലാലേട്ടനും ഉൾപ്പെടെ എല്ലാവർക്കും എന്താ പറയണ്ട, ഒരു കരിയറിലെ ഏറ്റവും മെയിൻ സിനിമകൾ കൊടുത്ത ഒരു ഡയറക്ടർ. ഈ പറഞ്ഞതുപോലെ അന്ന് പൃഥ്വിരാജിന്റെ കാലഘട്ടത്തിൽ പൃഥ്വിരാജിനെ വിശ്വസിച്ച് ഈ പടമായിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം എന്ന് പറയുന്നത് ചെറുതല്ല. കാരണം ഇന്ന് ഈ പടം എത്തി നിൽക്കുന്നത് നാളെ ഓസ്കാർ കിട്ടും എന്ന് ചോദിച്ചാൽ കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. കാരണം ഈ സിനിമ കണ്ട ഓരോ മൊമെൻറ്റിലും ഇമോഷണലി നമ്മളൊക്കെ ഭയങ്കര ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ്, ഓരോ സീൻസ് വരുമ്പോൾ അതൊക്കെ ഇതിൻ്റെ അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ, ഇതിനപ്പുറത്തേക്ക് ഈ ഒരു നോവലിനെ മറ്റൊരാൾക്ക് സിനിമയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ ഇതിൽ ഈ പറഞ്ഞതുപോലെ ഇവരെ നമ്മളിപ്പോൾ എടുത്തു പറയേണ്ട കുറച്ച് കാര്യം, ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഒരു ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ മേക്കപ്പിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ആണെങ്കിലും സ്റ്റെഫി സേവിയർ അതെ എല്ലാം, അതുപോലെ മേക്കപ്പ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ക്യാമറ, ഞാൻ പറഞ്ഞല്ലോ ചില ഫ്രെയിംസ് ഒക്കെ കാണുമ്പോൾ സത്യം കറക്റ്റ് ഹോളിവുഡ് ഫിലിമിൽ നമ്മൾ കണ്ട് മറന്ന ചില അത്രയും ക്വാളിറ്റി വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ആടുജീവിതം കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത്. കമ്മാര സംഭവത്തിന്റെ സിനിമാറ്റോഗ്രാഫർ. അതെ, അതും ഒരു പിന്നെ വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇത് ഈ പറയുന്ന പോലെ ഒരു പടി മേളിലാണ്. എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഇനി ഇതിന്റെ മുകളിൽ ഒരു സിനിമ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് കണ്ടറിയണം. മറ്റേ ഇത് പറയുന്ന പോലെ എന്താ സംഭവിക്കാൻ പോകുന്നത് ശേഷം ജീവിതത്തിന് മലയാള സിനിമയെ അങ്ങനെ അടയാളപ്പെടുത്തും. തീർച്ചയായിട്ടും മലയാള സിനിമയെ ആടുജീവിതത്തിന് മുമ്പും ആടുജീവിതത്തിന് ശേഷവും എന്ന് അടയാളപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മളിപ്പം ബാക്കി പൃഥ്വിരാജിനെ പോലെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ഗോകുല് ഇപ്പം ഹക്കീമായിട്ട് അഭിനയിച്ചത്. ഗൂഗിളിന്റെ ട്രാൻസ്ഫോർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൃഥ്വിരാജ് എന്താണോ അതിനകത്ത് ട്രാൻസ്ഫോം ആയിട്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഗൂഗിളും ഒരു ട്രാൻസിഷൻ ഭയങ്കര ഇതാണ്. നമ്മുടെ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് സെക്കൻഡ് അവിടെ എത്തുമ്പോഴാണ് ഗൂഗിളിന്റെ പീക്ക് എത്തുന്നത്, ആക്ടിങ്ങിന്റെ ഒരു പീക്കിലേക്ക് എത്തുന്നത്. കാരണം അവിടെ വെച്ച് നമ്മുടെ അല്ല, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ സസ്പെൻസ് ഒന്നും ഇല്ലല്ലോ. ഓൾറെഡി ഇത് വിഷ്വൽ, നമ്മൾ വായിച്ച ഒരു കഥയെ വിഷ്വൽ ട്രീറ്റിൽ വല്ല വിഷ്വലൈസേഷൻ എങ്ങനെയാണ് എന്നുള്ളതിലാണല്ലോ കാര്യം. അപ്പൊ അത് മറ്റേ ആ വാരി തിന്നുന്ന ഒരു സീനുണ്ട്. അതെ, തീർച്ചയായിട്ടും അത് അതെ. ഒരു കാരണവശാലും തിയേറ്ററിൽ നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഇത് തിയേറ്റർ തന്നെ കാണേണ്ട പടമാണ്. ഇതിൻ്റെ ഓരോ മൊമെൻറ്റ്സും, ഇതിൻ്റെ ഓരോ എലമെൻറ്റ്സും, ഇതിൻ്റെ ഓരോ വിഷ്വലും അത്ര ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ, ചിലപ്പോൾ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം അത് നിങ്ങൾ തിയേറ്ററിൽ കാണുക. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ പല റിവ്യൂസ് നിങ്ങൾ കാണും, പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കും. പക്ഷേ
നിങ്ങൾ സ്വയം ഈ സിനിമ കണ്ട് നിങ്ങളിതിനെ വിലയിരുത്തുക. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഇത് നഷ്ടമാവില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ മുടക്കുന്ന ആ ഒരു ക്യാഷ് നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾ ഗ്യാരണ്ടി. സിനിമയ്ക്കകത്ത് എല്ലാം ഈ നമ്മൾ വേറെ ഉണ്ട്, നമ്മൾ ഇതിനെപ്പറ്റി നല്ലത് പറഞ്ഞ് കാണുന്ന ആൾക്കാർക്ക് ഇത് സ്പോയിലറായിട്ട് ഫീൽ ചെയ്യരുത്. കാരണം വേറെ ഒന്നുമല്ല, മനസ്സിൽ തട്ടി പറയുന്നതാണ്. ഇതൊരു ജസ്റ്റ് ഒരു ഇങ്ങനെ നമ്മളൊരു സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം കണ്ട് ഇറങ്ങിയിട്ട് ആദ്യം തീരുമാനിച്ച ഈ സിനിമയെ പറ്റി നമുക്ക് സംസാരിക്കണമെന്നുള്ളതാണ്. അവിടെ എടുത്തു പറയേണ്ട വേറെ വ്യക്തി നമ്മൾ മറന്നു പോകില്ലേ, ബെന്യാമിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. അതെ, അയ്യോ അതെ, തീർച്ചയായിട്ടും ഇതൊരു വെറും കഥയായിട്ട് ഒരാളുടെ ജീവിതമായിട്ട് അങ്ങ് പോയാണ്. അതെ അതെ, അവിടെ നിന്ന് ആ കഥ അതെ ഒരു ബുക്കായിട്ട് എഴുതി ഇറക്കിയത്. അതുപോലെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, ഇതിലെ പ്രധാനപ്പെട്ട 3 ക്യാരക്ടേഴ്സ്, ഒന്ന് നജീബ്, ഒന്ന് ഹക്കീം, അതുപോലെ ഒന്ന് ഇബ്രാഹിം ഖാദിരി, അതായത് നമ്മുടെ ഇവരെ രക്ഷിക്കാനായിട്ട് ആഫ്രിക്കൻ സുഹൃത്തായിട്ട് വരുന്ന ആള്. സത്യത്തിൽ ആ ആള് എനിക്ക് സത്യത്തിൽ അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഈ നജീബിക്കായോട് നേരിട്ട് ചോദിക്കണം നമ്മൾ കഥ വായിക്കുമ്പോൾ ഓൾറെഡി ഉണ്ട്, പക്ഷേ എന്നാലും നേരിട്ട് ചോദിക്കണം എന്ന് ആഗ്രഹിച്ചാണ് ഈ ആളെ പിന്നീട് ഇയാളെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടും. കാരണം ആ ക്യാരക്ടർ ചെയ്തത് അയാൾ ജീവിച്ചു. അതൊരു ആക്ടർ, ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇബ്രാഹിം ഖാദിരിട്ട് അഭിനയിച്ചത് ജിമ്മി ജീൻ ലൂയിസ് എന്ന് പറഞ്ഞ ഒരു ബോളിവുഡ് ആക്ടറാണ്, ഇന്റർനാഷണൽ ആക്ടറാണ്. അപ്പം ആള് പിന്നെ പറയണ്ട, നമുക്കിപ്പോൾ ആ ഒരു കാസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം അത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം ആ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവർക്ക് 3 പേർക്കും പകരമായി മറ്റൊരാളെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല എന്നേ പറയാൻ പറ്റൂ. ഇപ്പം ജിമ്മി ജീൻ ലൂയിസിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുള്ളിക്കാരൻ അവരെ മുന്നോട്ട് നയിക്കുന്നത്, കാരണം പൃഥ്വിരാജ് എന്ന് പറയാൻ പറ്റത്തില്ല, നജീബ് ക്യാരക്ടർ അവര് രക്ഷപ്പെടാന്ന് പറയുമ്പോൾ അവിടെ ഒരു വിഷമമുണ്ട്. നാടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ വിട്ടിട്ട് ഇറങ്ങാൻ നേരത്തെ ഒരു വിഷമം. അവരെ തിരിഞ്ഞു നോക്കി അവർക്ക് ഫുഡെല്ലാം കൊടുത്ത് ആ സമയം അവരെ മുന്നോടിയായിട്ട് നടക്കുന്ന സമയമുണ്ട്. പൃഥ്വിരാജിനെ വീണ്ടും എനിക്ക് തെറ്റിപ്പോകുന്നത്, നജീബിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ദൈവത്തിന്റെ ഒരു കരം പോലെ വന്നൊരു, ഇവരെ രണ്ടുപേരും രക്ഷിക്കാൻ വേണ്ടി വന്നൊരു കരവായിട്ട് ഞാൻ ആ പുള്ളിക്കാരെ കാണുന്നുള്ളൂ. വന്നു, അവരെ കൊണ്ടുപോകുന്നു, നജീബിനെ കൊണ്ടുപോകുന്നു, വെള്ളത്തിന്റെ ഒരു അല്ല, അത് ഈ കഥയിൽ ഓൾറെഡി ഇങ്ങനെ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ ആ കഥയിൽ പ്രതിപാദിച്ചത് ഒരു സിനിമാറ്റിക് സ്ക്രിപ്റ്റ് ആയിട്ട് വന്ന് ആ സ്ക്രിപ്റ്റ് പിന്നെ വെച്ച് ഇത്ര ഗംഭീരമായി അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറയുന്നതിലാണ് കാര്യം. ഇപ്പം ഇതിലേറ്റവും വിജയം എന്ന് പറഞ്ഞാൽ ബ്ലസ്സി എന്നൊരു ഡയറക്ടർ ഇത് ഒരു മേക്ക് ചെയ്തിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതായത് ഇപ്പം നമ്മളിപ്പോൾ റിയലിസ്റ്റിക് സിനിമകൾ പലതും വന്നു. ഇപ്പോൾ ഏറ്റവും ഹിറ്റായി നിൽക്കുന്ന മഞ്ഞുമൽ ബോയ്സ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് എന്ന് നിൻ്റെ മൊയ്തീൻ, അതും പൃഥ്വിരാജൻ അഭിനയിച്ചൊരു പടമാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം ഈ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ഒരു സർവൈവർ ത്രില്ലറാണ്. ഇപ്പം ഇതും മേ ബി ആട് ജീവിതവും ഒരു സർവൈവർ ത്രില്ലറാണ്. ഇത് ഒട്ടും ബോറടിപ്പിക്കാണ്ട് മനുഷ്യനെ, നമ്മൾ കാണുന്ന ആൾക്കാരെ എന്താ പറയണ്ട, ഇമോഷണലി കരയാൻ, എന്താ മനസ്സുകൊണ്ടും ഞാൻ പറയാം, എൻ്റെ അടുത്തിരുന്ന് 1-2 പേര് ചില സീൻസ് കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആകെ വിഷമിച്ച് താഴോട്ട് നോക്കുക, ആ സ്ക്രീനിൽ നോക്കുന്നില്ല. കാരണം അത്ര ഗംഭീരമായിട്ടാണ് ആ ഒരു ബ്ലസ്സിയുടെ സിനിമ കാണുമ്പോഴേ അറിയാം. നമ്മളിപ്പം പഴയ സിനിമകളൊക്കെ ഏതെടുത്ത് നോക്കിയെന്ന് പറഞ്ഞാലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയണ്ടേ, ഇതിനൊന്നും എനിക്ക് തോന്നുന്നു നമ്മൾ സത്യത്തിൽ ഈ സിനിമയെ പറ്റി ഒന്ന് റിവ്യൂ ചെയ്യാനൊന്നും നമുക്കൊന്നും ഒരു യോഗ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഈ സിനിമയെ പറ്റി സംസാരിക്കാൻ പോലും നമുക്കൊന്നും ഒരു യോഗ്യത. കാരണം ഇതുപോലെ ഇത്ര ഗംഭീരമായി ഒരു മലയാള സിനിമയെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ ഒരു സിനിമയെ മേക്ക് ചെയ്ത് മലയാള സിനിമയ്ക്ക് ലോക സിനിമയുടെ മുന്നിൽ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം മമ്മൂക്കൊക്കെ ഇടയ്ക്ക് 1-2 ഇൻ്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു. അതായത് വരും കാലത്ത് മലയാള സിനിമ അല്ലെങ്കിൽ ലോകം അറിയപ്പെടുമെന്ന് പറയുന്നത്. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമൊക്കെ വന്നപ്പോൾ പല സിനിമകളും കുറേയൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ തിയേറ്ററിൽ റിലീസായ ഒരു പടം, അല്ലെങ്കിൽ ഒരു തിയേറ്റർ എലമെൻ്റ് ആയിട്ടുള്ളൊരു പടം ഇത്ര ഗംഭീരമായി ഈ ലോക സിനിമയുടെ മുന്നിൽ കാഴ്ച വെച്ച് മലയാള സിനിമയ്ക്ക് ഇത്ര ഗംഭീരമായൊരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കാൻ ബ്ലസ്സിയെ കൊണ്ട് സാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൻ്റെ ഈ സിനിമ എന്തുകൊണ്ടും വിജയിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ടും തിയേറ്ററിൽ, അല്ലെങ്കിൽ എന്താ പറയണ്ടത്, ഇതൊരു ഇപ്പം മറ്റേ 100 കോടി 200 കോടി ക്ലബ്ബൊക്കെ പറയുമ്പോൾ ഇത് മേ ബി ഒരു 1000 കോടി ക്ലബിലേക്കൊക്കെ എത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലേ? അത് നമ്മൾ ആഗ്രഹിച്ചു പോകും.